മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ദൈവം നമ്മെ അനുഗ്രഹിച്ച് വിശുദ്ധീകരിക്കുന്ന സമയമാണ് ഓരോ ദിവസവും ഓരോ പ്രഭാതവും. ദൈവത്തിൻ്റെ സ്നേഹം അധികമായി അനുഭവിക്കുവാനും ആ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുവാനും ആ സ്നേഹത്തിൽ ജീവിക്കുവാനുമായിട്ട് ഓരോ ദിവസവും കർത്താവ് നമുക്ക് നൽകുകയാണ്. ഓരോ പ്രഭാതവും നമ്മോട് പറയുന്ന ഒരു സത്യം ഇതാണ്: കർത്താവിൻ്റെ സ്നേഹം നമ്മോടൊത്തുണ്ട് എന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ യേശുവിന് നന്ദി പറയുവാൻ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴങ്ങളെ മനസ്സിലാക്കുവാൻ നമുക്ക് നൽകിയ കൃപകളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നമുക്കെല്ലാവർക്കും സന്തോഷത്തോടെ പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ നമുക്ക് പ്രത്യേകമായിട്ട് പലവിധ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പലതരത്തിലുള്ള രോഗങ്ങൾ, ശാരീരിക മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ആശുപത്രികളിലും ഭവനങ്ങളിലുമായിരുന്ന രോഗികളായിരിക്കുന്നവർ, സകലരെയും നമുക്ക് ഓർക്കാം. അവരെയെല്ലാം അനുഗ്രഹിക്കുന്ന കർത്താവ് അവരുടെ ജീവിതങ്ങളിൽ ആശ്വാസവും സൗഖ്യവും സാന്ത്വനവും നൽകുവാനായിട്ട് ഇന്നേ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള മധ്യസ്ഥം നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകൾക്ക് വേണ്ടി യാചിക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ പ്രാർത്ഥനയും എല്ലാം കർത്താവിങ്കിലേക്ക് ഉയർത്താം. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക നിറവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തി വിശുദ്ധീകരിച്ച് വചനത്തിൽ നിറയ്ക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ എന്ന് പ്രാർത്ഥിക്കാം. വചനം സ്വീകരിക്കുവാൻ തക്കവിധം ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും ക്രമപ്പെടുത്തണമേ, ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് വചനം ശുശ്രൂഷയിലേക്ക് വചനം സ്വീകരിക്കുവാനായി നമുക്ക് ഒരുങ്ങാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. യോഹന്നാൻ്റെ ലേഖനം, 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം. യോഹന്നാൻ ശ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 1-ാം തിരുവചനം. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചത്. ദൈവമക്കളെന്ന് നാം വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു, നാം അങ്ങനെയാണ് താനും. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് തിരുവചനത്തിൽ, നാം അങ്ങനെയാണ് താനും, ലോകം നമ്മെ അറിയുന്നില്ല, കാരണം അത് അവിടുത്തെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയാണ് അവൻ നമ്മെ സ്നേഹിച്ചു എന്ന്. ഇത് മനസ്സിലാക്കിയ
യോഹന്നാൻ ശ്ലീഹ പറയുക, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് ദൈവം നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. നാം ദൈവത്തിൻ്റെ മക്കളാണ്, അങ്ങനെയാണ്. അപ്പോൾ വലിയ സ്നേഹം കാണിച്ച ദൈവത്തിൻ്റെ ആ പരിപാലനയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊരു ബോധ്യമാണ് നമുക്ക് ഓരോ ദിവസവും വേണ്ടത്. ഓരോ ദിവസവും കർത്താവ് നമുക്ക് നൽകുന്ന അനുഗ്രഹം മാത്രമാണ്, ദാനങ്ങൾ മാത്രമാണ്. നമ്മുടെ സ്വന്തമോ നമ്മൾ സമ്പാദിക്കുന്നതോ ഒന്നുമല്ല. മറിച്ച് നമ്മുടെ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹമാണ് ഓരോ ദിവസവും. എന്തിനു വേണ്ടിയിട്ടാണ്? കർത്താവിൻ്റെ സ്നേഹം കൂടുതൽ അനുഭവിക്കാൻ വേണ്ടിയാണ്. ഓരോ ദിവസവും വിളിച്ചോതുന്നത് മറ്റൊന്നുമല്ല, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ്. അപ്പം ദൈവം നമ്മെ സ്നേഹിച്ച് അവൻ്റെ സ്നേഹത്തിൽ വളരുവാൻ, അവൻ്റെ സ്നേഹത്തിൽ വസിക്കുവാൻ, അവൻ്റെ സ്നേഹം പ്രഘോഷിക്കുവാൻ ഓരോ ദിവസവും നമുക്ക് നൽകുന്നത്. അങ്ങനെയെങ്കിൽ ഈ സ്നേഹത്തിൽ എപ്രകാരമാണ് നാം വളരേണ്ടത്? ഈ സ്നേഹം എപ്രകാരമാണ് നാം പ്രഘോഷിക്കേണ്ടത്? അപ്പോൾ പ്രഘോഷിക്കപ്പെടേണ്ട സ്നേഹം, വളരേണ്ട സ്നേഹം, അത് മറ്റൊന്നുമല്ല, അത് യേശുവിലേക്കുള്ള ഒരു വളർച്ച തന്നെയാണ്. നമ്മൾ ഈ സ്നേഹത്തിൽ വളരുമ്പോൾ യേശുവിലേക്ക് വളരുന്നു. യേശുവിലേക്ക് വളരുന്ന ഓരോ വ്യക്തിയും സഹോദരങ്ങളിലേക്ക് വളരും, സഹോദര സ്നേഹത്തിലേക്ക് വളരും, എളിമയിലേക്ക് വളരും. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാനും, മറ്റുള്ളവരുടെ വേദനകൾ അറിയുവാനും, മറ്റുള്ളവരുടെ ദുഃഖങ്ങളിൽ അവരോട് ചേർന്ന് സഹതപിക്കുവാനും അങ്ങനെയുള്ളവർക്ക് മാത്രമേ സാധിക്കൂ. ഓരോ ദിവസവും ദൈവം നമുക്ക് നൽകുന്നുണ്ട് എങ്കിൽ, ഓരോ ദിവസവും ദൈവം നമുക്ക് സന്തോഷം നൽകുന്നുണ്ടെങ്കിൽ, ആ സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടി നൽകുന്നതാണ്. ഒത്തിരിയേറെ പേര് ദുഃഖിച്ചും വേദനിച്ചൊക്കെ കഴിയും. എന്നാൽ എൻ്റെ ദൈവം ഇന്നേ ദിവസം ആനന്ദിക്കാനൊരു കൃപ എനിക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കർത്താവ് എന്നെ സ്നേഹിച്ച് എനിക്ക് നൽകിയ ആ സ്നേഹം, ആനന്ദം, അത് ഞാൻ മറ്റുള്ളവർക്ക് നൽകേണ്ടിയിരിക്കുന്നു. എനിക്ക് വലിയൊരു ആശ്വാസം ദൈവം തന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? ആശ്വസിപ്പിക്കപ്പെടേണ്ടവരുണ്ട് എന്ന് കർത്താവ് എന്നെ ഓർമ്മിപ്പിക്കുക. അപ്പോൾ എനിക്ക് നൽകിയ ആശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പ്രഭാതത്തിലും ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം ഇത് തന്നെയാണ്. ഇന്ന് നാം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അനേകരെ ആശ്വാസത്തിലേക്ക് നയിക്കണം, അനേകരെ സ്നേഹത്തിലേക്ക് നയിക്കണം, അനേകർക്ക് വേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായും വിട്ടുകൊടുക്കുന്ന ഒരു എളിമയുടെ മനോഭാവത്തിലേക്ക് നാം മാറണമെന്നാണ് ഓരോ പ്രഭാതത്തിലും ഈശോ നമ്മോട് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് യോഹന്നാൻ ശ്ലീഹ പറഞ്ഞേ, കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. ഇതിലും വലിയൊരു സ്ഥാനം നമുക്ക് ഈ ലോകത്തിൽ ലഭിക്കാനില്ല. ദൈവമക്കളെന്ന സ്ഥാനമാണ് ഈ ലോകത്തിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്നതിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം എന്ന് പറയുന്നത്. ഈ ലോകം ഒരുപക്ഷെ പറയും ഇതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്ന്. അപ്പോൾ ഈശോ പറയുന്നു അത് തന്നെയാണല്ലോ, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു. ഈ ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ നിന്ന് നൽകപ്പെടുന്നതും യേശുവിൽ നിന്ന് നൽകപ്പെടുന്നതും തമ്മിൽ ഒത്തിരിയേറെ അന്തരമുണ്ട്, വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു സത്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രിയപ്പെട്ടവരെ. ഓരോ ദിവസത്തിലും ഈ ഒരു സത്യത്തെ മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആകുലതകൾ വിട്ടുപോകും, നമ്മുടെ ദുഃഖം വിട്ടുപോകും, നിരാശ വിട്ടുപോകും, നമ്മുടെ ജീവിതത്തിൽ സമാധാനം നിറയും, സന്തോഷം നിറയും. ആ സന്തോഷം അനുഗ്രഹമായി മറ്റുള്ളവരിലേക്ക് ഒഴുകാൻ തുടങ്ങും. വീണ്ടും പരിശുദ്ധ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യോഹന്നാൻ ശ്ലീഹയുടെ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം തിരുവചനം. വചനപ്രകാരമാണ്, ദൈവത്തെ ഒരുവനും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, എന്നാൽ നാം സ്നേഹത്തിൽ വസിച്ചാൽ, അതായത് ദൈവത്തിൻ്റെ സ്നേഹം നമ്മിലേക്ക് ഒഴുക്കപ്പെട്ടിട്ടുണ്ട്, ആ സ്നേഹത്തിൽ നാം വസിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദൈവത്തെയാണ് നമ്മൾ
മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങുന്നത്. അതാണ് വചനം പറഞ്ഞത്, ദൈവത്തിൽ വസിക്കുന്നവൻ നാം പരസ്പരം സ്നേഹിച്ചാൽ ദൈവം നമ്മിൽ വസിക്കും, അവിടുത്തെ സ്നേഹം നമ്മിൽ പൂർണ്ണമാവുകയും ചെയ്യും. പൂർണ്ണത പ്രാപിക്കുന്ന ദൈവസ്നേഹം, അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. ദൈവാത്മാവിൽ നിറഞ്ഞൊരു ജീവിതത്തിലാണ് പൂർണ്ണത പ്രാപിക്കുന്ന ദൈവസ്നേഹം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. അതായത് പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ പൂർണ്ണത കടന്നു വരും. ദൈവാത്മാവ് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ആത്മാവാണ്. അപ്പോൾ ഒരു പൂർണ്ണത നമുക്കുണ്ടാകണമെങ്കിൽ ഈ സ്നേഹത്തിൽ വസിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവസ്നേഹത്തിൻ്റെ നിറവ് പൂർണ്ണതയിലേക്കും ആത്മാവിൻ്റെ പ്രേരണ പൂർണ്ണതയിലേക്കും നമ്മെ നയിക്കും. അതായത് ത്രിയേക സർവേശ്വരനോടുള്ള ഐക്യം, ത്രിയേക സർവേശ്വരനുള്ള വിശ്വാസം, ത്രിയേക സർവേശ്വരനോട് ചേർന്ന ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ദൈവസ്നേഹത്തിൽ പൂർണ്ണത പ്രാപിക്കുക. അപ്പോൾ ഈ ഒരു കൃപയാണ് ഈശോ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നത്, തന്നിരിക്കുന്നത്. നമുക്ക് വേണ്ടി കർത്താവ് ഈ സ്നേഹം ചൊരിഞ്ഞിരിക്കുക. അപ്പോൾ ഒരു ബോധ്യത്തോടെ നമ്മുടെ ഓരോ പ്രവൃത്തിയും നമ്മുടെ വ്യക്തിബന്ധങ്ങളും നമ്മുടെ ജീവിത സാഹചര്യങ്ങളെയും നമുക്ക് ക്രമപ്പെടുത്താനായിട്ട് സാധിക്കണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ എളിമയുള്ളവർക്കേ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സ്വീകരിക്കാൻ സാധിക്കൂ. എളിമയുള്ളവർക്കേ അതിലുള്ള നന്മയെ മനസ്സിലാക്കാൻ സാധിക്കൂ. എളിമയുള്ളവർക്കേ ദൈവത്തെ വിളിക്കുവാൻ സാധിക്കൂ. എളിമയുള്ളവർക്കേ പൂർണ്ണമായും മറ്റുള്ളവർക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവരുടെ നന്മയിൽ ആനന്ദിക്കുവാനും സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കട്ടെ. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് അവൻ നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെയാണ് താനും. അപ്പോൾ ഈ ഒരു ദൈവമക്കളെന്ന സ്ഥാനത്തേക്ക് ഈശോയെ ഞങ്ങളെല്ലാം വളർത്തണമേ എന്ന് ഈ പ്രഭാതത്തിൽ നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ സംരക്ഷണവും അനുഗ്രഹവും നമ്മോടൊപ്പം നിത്യവും ഉണ്ടായിരിക്കട്ടെ. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. നമുക്ക് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും കർത്താവിന് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും കർത്താവിലേക്ക് ഉയർത്താം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം പലവിധ രോഗപീഠകളാൽ കഷ്ടപ്പെടുന്നവരെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ദൈവസ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് വേണ്ടത്. ദൈവകൃപയിലുള്ള ഒരു ജീവിതമാണ് നമുക്ക് വേണ്ടത്. ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കാം. എല്ലാ രോഗികളെയും സമർപ്പിക്കുന്നു. രോഗപീഠകളാൽ കഴിയുന്നവർ, ആശുപത്രികളിൽ ഭവനങ്ങളിലൊക്കെ കഴിയുന്നവരെ അങ്ങ് തൊട്ട് സൗഖ്യമാക്കണമേ. അതുപോലെ തന്നെ നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ഓർത്തൊരു നിമിഷം സമർപ്പിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മെ ഓരോരുത്തരെയും സൗഖ്യപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ നമ്മൾ കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ പ്രത്യേകമായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഗുഡ്നസ് ചാനലിനെ സമർപ്പിക്കാം. എല്ലാ ശുശ്രൂഷകളെയും സമർപ്പിക്കാം. മരിയൻ കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവരോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇന്നേ ദിവസം ഒരു ജപമാലയോ കരുണജപമാലയോ ഒക്കെ ചൊല്ലി ആ ഒരു പ്രാർത്ഥനയോട് ചേർത്ത് നമുക്കും എല്ലാ നിയോഗങ്ങളെയും പ്രാർത്ഥനകളെയും കർത്താവിലേക്ക് ഉയർത്താം. അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിച്ച ഓരോരുത്തർക്കും ഇന്ന് ദൈവിക ഇടപെടലുകൾ ഉണ്ടാകുവാനായിട്ട് അവരെയും സമർപ്പിക്കാം. തിരുസഭയെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ ഇടവക മധ്യസ്ഥൻ്റെ പ്രത്യേകമായിട്ടുള്ള സഹായം നമുക്ക് യാചിക്കാം. സകല വിശുദ്ധരുടെയും സഹായം നമുക്ക് യാചിക്കാം. സകല മാലാഖമാർ, കാവൽദൂതന്മാർ, ഇവരുടെ എല്ലാവരുടെയും
പ്രാർത്ഥനാ സഹായം നമുക്ക് യാചിക്കാം. എല്ലാ പ്രാർത്ഥനയോടും കൂടെ കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുവാനായിട്ട് ഒരുങ്ങാം. അമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. എല്ലാരും എന്നെ പിരിഞ്ഞപ്പോൾ, ആലംബമില്ലാതലഞ്ഞപ്പോൾ, ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. ഒറ്റയ്ക്കിരുന്നു കരഞ്ഞപ്പോൾ, നീ എൻ്റെ ആശ്വാസധാരയായി വന്നു. എൻ പ്രിയരെല്ലാം എന്നെ വെറുത്തു, ആഴമേറും മുറിവുകൾ എന്നിൽ നൽകി. ഞാൻ ചെയ്യാത്ത കുറ്റം ചുമത്തി എൻ മനസ്സിൽ ഒരുപാടു വേദനയേകി. നൊമ്പരത്താൽ എൻ്റെ ഉള്ളം പുകഞ്ഞു, നീറും നിരാശയിൽ തേങ്ങി. അപ്പോൾ നീ എൻ്റെ കാതിൽ പറഞ്ഞു, നിന്നെ ഞാൻ കൈവെടിയില്ല. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ, നീ എന്നാശ്രയം. നിൻ വചനങ്ങളെത്രയോ സത്യം, ഈ ലോകത്തിൻ മായാവിലാസങ്ങൾ വ്യർത്ഥം. ഞാൻ നിന്നോടു ചേരട്ടെ നാഥാ, നീയാണല്ലോ എന്നെ മറക്കാത്ത സ്നേഹം.
തോരാത്ത കണ്ണീരുമായ്ക്കും യേശുവിൻ കുരിശോടു ചേർന്നു ഞാൻ നിന്നു. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. അപ്പോൾ അവൻ എന്നെ വാരിപ്പുണർന്നു, വാത്സല്യ ചുംബനമേകി. പെറ്റമ്മ മറന്നാലും മറക്കാത്ത സ്നേഹമേ, ക്രൂശിതനായവനേ നീ എന്നാശ്രയം. പ്രിയപ്പെട്ടവരെ, തിരുസഭയോട് ചേർന്ന് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നു. മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും സന്യസ്തരോടും ദൈവജനത്തോടും ചേർന്ന് ഏകമനസ്സോടെ വിശ്വാസത്തിൽ ഈശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.